ഇന്ന് KPC പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെ താക്കീത് ചെയ്തുകൊണ്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ അതിന്റെ മേലെ പറയാനുള്ള അധികാരം ഒരു പോഷക സംഘടനകൾക്കുമില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനം INTUCയെയും ഇതുപോലെ പോഷക സംഘടനയാക്കി അവർ കണക്കാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറാനുള്ള അവകാശം ആർക്കുമില്ല. അത് INTUCക്കും ബാധകമാണ്. അത് ഈ തൊഴിലാളികളുടെ വിഷയം കുറെ കൂടി ഭംഗിയായി മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ കൂടി തൊഴിലാളി സംഘടനയായിട്ടുള്ള INTUC ആണ്. പക്ഷെ അവരെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി ഇത് ഇങ്ങനെ ഒരു നിലയിലേക്ക് കൊണ്ടുപോകേണ്ട, ഞാൻ പറഞ്ഞില്ലേ, വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയും ഞങ്ങളൊക്കെ നിരവധി തവണ ഈ പന്തലിൽ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചത് പാർട്ടിയുടെ സംസ്ഥാന നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതിനു പുറമെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും പാർട്ടിയുടെ അഖിലേന്ത്യാ നയം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFന്റെ ഘടകകക്ഷി നേതാക്കളും അവരുടെ അനുഭാവം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഫൈനൽ. അതിനപ്പുറം ആരെന്ത് പറഞ്ഞാലും ശരി, പാർട്ടി നിലപാടും UDF നിലപാടും വ്യക്തമായി കഴിഞ്ഞു. സമരം പൊളിക്കാൻ ആര് ശ്രമിച്ചാലും, ഏത് ട്രേഡ് യൂണിയനാണ് ഇത് പൊളിക്കാൻ ശ്രമിച്ചാൽ അവർ പരാജയപ്പെടുകയുള്ളൂ. ഞങ്ങൾ ഈ സമരത്തിന്റെ കൂടെയുണ്ട്. അതൊരിക്കലും മാറ്റാൻ സമ്മതിക്കില്ല. കാരണം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് INTUC. അതിനെ സർക്കാർ വിലാസം സംഘടനയാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. അക്കാര്യത്തിൽ 101% പാർട്ടി ഉറച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് KPC അധ്യക്ഷൻ ഇന്ന് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആ പാവങ്ങളായിട്ടുള്ള സ്ത്രീകളെ വെറുതെ എന്താ പറയുന്നത്, ദേശവിരുദ്ധരായി ചിത്രീകരിക്കരുത്. അധികാരത്തിന്റെ ഹുങ്കിൽ സമരം പോലും മാർക്സിസ്റ്റ് പാർട്ടി മറന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പുതിയ ജനറൽ സെക്രട്ടറി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്.